ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലെ മുഴുവൻ വിശേഷങ്ങളും കാണിക്കുവാൻ വേണ്ടിയായിരുന്നു. വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോയത് കൊണ്ട് തന്നെ ഞാനത് കുറച്ച് ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് കാണിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണാത്തവരായ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണുവാനായിട്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ വറുത്തമൊക്കെ കൂട്ടി ചോറൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മക്കളുടെ കൂടെ സംസാരിച്ചിരിക്കുകയും കുറച്ച് നേരം ഒന്ന് കിടന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ദാണ്ട തൂക്കുപാലത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്കൊരു കൊട്ട വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതായത് കണ്ടോ, കൂടെ പച്ചക്കറി എല്ലാം തന്നെ വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. ഈ കൊട്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകിയിട്ടൊന്ന് കമത്തി വെക്കാനാണ് കേട്ടോ, വെള്ളം പോയി ഉണങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ട്. ഇതില്ല, അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സ്ലാവയിലൊക്കെ ആയിരുന്നു കമത്തി വെക്കുന്നത്. അത്യാവശ്യം എന്താണെങ്കിലും ഈ കൊട്ട കിട്ടിയപ്പോൾ അതിൻ്റെ പകുതി ആശ്വാസമായി. വൈകിട്ട് ചായ എടുത്തതിന് കടിക്ക് വേണ്ടിയിട്ട് ഇതാണ് ബോണ്ടയും പരിപ്പോടയും മുട്ട ബജിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അടിമാലിയിൽ നിന്ന് മാഹിം കൊച്ചത്താക്ക കൊണ്ട് തന്നൊരു മധുരസേവ കൂടിയുണ്ട് കേട്ടോ. നല്ല മധുരസേവയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടുകയില്ല ഇത്രയും നല്ല മധുരസേവ. അവർ അടിമാലിയിൽ നിന്ന് വരുന്ന വഴിക്ക് കൊണ്ടുവരുന്നതാണ്. എല്ലാ പ്രാവശ്യവും കൊണ്ടുതരും കേട്ടോ ഈ മധുരസേവ. അങ്ങനെ ചായയൊക്കെ ഇട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് കടികൾ പകുതിയില്ല കേട്ടോ, എല്ലാം തന്നെ അകത്താക്കി കഴിഞ്ഞിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് കൊട്ട താഴെ വെച്ചതേ കൊട്ടയ്ക്കകത്തുനിന്ന് കടി എടുത്തുകൊണ്ട് ഓടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മഴയൊന്നുമില്ല കേട്ടോ. മഴയൊക്കെ ഉണ്ടെങ്കിൽ ചൂട് ചായയും കടിയൊക്കെ തിന്നാനായിട്ട് അടിപൊളിയാണ്. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഓരോരോ പണികളും തിരക്കുകളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് സന്ധ്യയായി ഓതുമ്മലും പറക്കലും എല്ലാം കഴിഞ്ഞ് ദാണ്ട ഫത്തായിനെ പഠിപ്പിക്കാനായിട്ട് വന്നതാണ്. അത് ഞാൻ മദ്രസയിലാണ് അവനെ പഠിപ്പിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ എടുക്കും. ഞായറാഴ്ചയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിലും ഏറ്റവും ആദ്യം ഞാൻ പള്ളിയിലെ വിഷയങ്ങൾ പഠിപ്പിക്കും. അതിനുശേഷമേ ഞാൻ സ്കൂളിലെ പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുകയുള്ളൂ. ഫത്തായിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം പുള്ളി എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്യും, ഇടയ്ക്ക് പിടിച്ചിരുത്തുകയൊക്കെ വേണം. ഇന്ന് ഞാനും കാക്കും മാറി മാറി ഇരിക്കേണ്ടി വന്നു. കാരണം ഇടയ്ക്ക് അവൻ്റെ ഇഷ്ടത്തിന് അവൻ എഴുന്നേറ്റ് നടക്കും, ഒരു ശ്രദ്ധയില്ലാതിരിക്കും. എങ്കിലും അത്യാവശ്യം അവൻ്റെ പാഠങ്ങൾ അവനറിയാം. ഇന്നും തന്നെ പള്ളിയിലും ഹോംവർക്കൊക്കെ കാണും. സ്കൂൾ ബസ് നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നും പള്ളിയിൽ പോകാനായിട്ട് പറ്റുന്നില്ല. ശനിയും ഞായർ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. പഠിപ്പീരെല്ലാം കഴിഞ്ഞാണ് ഓർത്തത് ദാണ്ട മഹിം കൊച്ചതായും ചിന്നമായും കൊണ്ടുവന്ന് മാങ്ങയും ചക്കയൊക്കെ ഇരിക്കുകയാണ്. മറന്നുപോയി. ചക്ക വറുത്ത് തരണമെന്ന് പറഞ്ഞ് മോൻ ബഹളം വെച്ചതായിരുന്നു. എന്നാൽ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിനി. നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങയായിട്ടോ, അടിപൊളിയാണ് പച്ചയ്ക്ക് തിന്നാനായിട്ട്. അങ്ങനെ ദാണ്ട ഒരെണ്ണം അകത്താക്കി. അപ്പോഴാണ് ഓർത്ത വീഡിയോ എടുക്കുന്ന കാര്യം. എങ്കിൽ അടുത്തതൊന്ന് പോളി നോക്കിയതാണ്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. മൂവാണ്ടൻ മാങ്ങ ചെനച്ചത് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് അത് പൂളാതെ കടിച്ച് പറിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഉപ്പോ മുളക് പൊടിയോ ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. ചുമ്മാതെ മുഴുവനായിട്ടൊരു മാങ്ങ ഇങ്ങനെ ആ ഒരു തൊലിയോടുകൂടി തന്നെ കടിച്ച് പറിച്ച് തിന്നാനായിട്ട്. ഇപ്പോൾ ഒത്തിരി നാളായി അങ്ങനെയൊക്കെ തിന്നിട്ട്. നേരത്തെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ തിന്നുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തിരക്കല്ലേ, തിന്നാനോ ഒന്നിനും നേരമില്ലല്ലോ. ഇതിലേക്ക് അല്പം മുളക് പൊടി ഉപ്പും കൂടെ ഇട്ടൊന്ന് തിരുമ്മിയിട്ട് തിന്നുന്നതും അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പും മുളകും കൂടെ ചെല്ലുമ്പം വേറൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അരിഞ്ഞിങ്ങോട്ട് വെച്ചതേ കണ്ടുള്ളൂ കേട്ടോ. പടാർന്നത് തീർന്നു. അത്രയ്ക്കും നല്ലതുപോലെ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ കൂടി അടിച്ചു പൊളിച്ചങ്ങ് തിന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് ചോറുണ്ണാനായിട്ടാണ് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്താഴത്തിന് ഇവിടെ ചോറ് തന്നെയാണ്. അങ്ങനെ ദാണ്ട പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം. പപ്പടം മാത്രമല്ല കേട്ടോ, കാക്കു രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉണക്കമുളക് കൂടി പൊരിച്ചെടുക്കണം. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെ കൂടെ തോരനും വേറെ കറികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പപ്പടം കൂടി സെറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ അടിപൊളി ഞായറാഴ്ച അങ്ങ് കഴിഞ്ഞു. നാളെ മക്കൾക്ക് സ്കൂളിൽ പോകണം, കാക്കൂന് പണിക്ക് പോകണം, പിന്നെ ഞാനേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ടാണ് എല്ലാവരുടെയും കൂടെ ഒരു ദിവസം കാണിക്കാമെന്ന് വെച്ച് വ്ളോഗ് തുടങ്ങിയത്. എന്നാൽ വീഡിയോയുടെ ലെങ്ത് ആയി പോയതുകൊണ്ടാണ് രണ്ടായിട്ട് ഇത് ചെയ്യേണ്ടി വന്നത്. ഇനി കുറച്ച് ഭാഗമൊക്കെ പിറ്റേ ദിവസത്തേതും കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പണിയും തിരക്കും എല്ലാം കഴിഞ്ഞാണ്ട് മക്കളെ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഒരു ഏലം ഞാൻ ഒന്ന് ശരിയാക്കിയതാണ്. 1-2 പ്രാവശ്യം ശരിയാക്കിയതാണ്. ഇതൊരു വഴിയാണ്. വഴി ആയതുകൊണ്ടാവാം പെട്ടെന്ന് തന്നെ ഇത് പിന്നെയും പെട്ടെന്ന് പോകുന്നതായിട്ട് കാണുന്നു. നമ്മൾ ഏലം വെക്കുമ്പോൾ ഒരു കമ്പ് നാട്ടി കൊടുത്താണ് നിർത്തുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലം വെക്കുന്നത് ശരിക്കും മണ്ണിന് മുകളിലാണ്, ഒരുപാട് താഴ്ത്തി ഇറക്കിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കമ്പോടൊന്ന് നാട്ടി കൊടുത്ത് നോക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു, അത് ശരിയായില്ല. നാട്ടി കൊടുക്കാൻ മാത്രമല്ല, അത് പിടിച്ച് കെട്ടിവിടും. പിന്നീടുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചു തരാം കേട്ടോ ഏലം എങ്ങനെയാണ് വെക്കുന്നതെന്ന്, ഏലത്തിൻ്റെ ബാക്കി സംരക്ഷണമൊക്കെ. നല്ല മഴയുള്ളപ്പോഴേ ഏലം വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് മഴയൊക്കെ ഉള്ളൂ. ഇന്നും മഴയാണ്, നാളെ വെയിൽ. അങ്ങനെ ഇടയ്ക്ക് മഴ വെയിൽ അങ്ങനെ വന്നു പോവുകയാണ്. ഇങ്ങനെ വരുമ്പോഴല്ല ഏലം വെക്കുന്നത്. നല്ല മഴയുള്ളപ്പോൾ ഏലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പുറകെ നടക്കാനും ഒന്നും നിൽക്കണ്ട. അത് ഏകദേശം മഴയൊക്കെ തീരുമ്പോൾ തന്നെ വേരൊക്കെ കൂടി നല്ല പിടിച്ച് വന്നോളും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏലം വെക്കാറുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് വേനലിൽ ഉണങ്ങിപ്പോയ ഏലങ്ങളാണ് കേട്ടോ. അതാണ് ഒരു കമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത്. ഈ പ്രാവശ്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കണമെന്ന് ഓർത്തിരുന്നതാണ്. ഇനി തട്ട ഉണ്ടാവുമോ എന്നറിയില്ല.
ഏലം നല്ലതുപോലെ ഒന്ന് കയറി വന്നാൽ മാത്രമേ തട്ടയാവുള്ളൂ. കണ്ടോ, ഇതും ഉണങ്ങിപ്പോയി. ഒരു 10-20 മൂടോളം എൻ്റെ ഉണങ്ങിപ്പോയി കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ മൂടുകളുണ്ടായിരുന്നു, തൈച്ചെടികളെന്ന് പറയും. അതെല്ലാം തന്നെ ഉണങ്ങിപ്പോയിരുന്നു. ചിലതൊക്കെ നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഉണക്ക് കൂടുതലും ബാധിച്ചത് എനിക്ക് തൈച്ചെടിയിലാണ്. നല്ലതുപോലെ വെച്ച ഇലയെല്ലാം ഈ പ്രാവശ്യം പിടിച്ചായിരുന്നു. അതുകൊണ്ടാവാം ഉണക്കതിനെ കൊണ്ടുപോയത്. സാധാരണ 10 ഏലം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 2-3 എണ്ണമെങ്കിലും പോവും. പക്ഷേ ഇത് എത്ര എണ്ണം വെച്ചോ അത്രയും തന്നെ എനിക്ക് പിടിച്ച് കിട്ടിയായിരുന്നു. ഏലത്തിനിടയിൽ കൂടെ ഒരു കോവൽ കയറി വന്നേക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഏലത്തിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ട് ഏലത്തിൻ്റെ തട്ടയൊക്കെ ഉണങ്ങി തുടങ്ങി. പച്ചക്കറി ആയതുകൊണ്ട് മാത്രം നിർത്തിയേക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ തന്നെ വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞേനെ. എങ്കിലും ഈ കോവലൊന്ന് മഴയ്ക്ക് മുമ്പായിട്ട് വെട്ടി വിടണമെന്ന് ഓർത്താണ് ഇതുവരെയും നടന്നില്ല കേട്ടോ. കുഞ്ഞി കോവയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അത് വെട്ടിക്കളയാൻ തോന്നുകയില്ല. വിഷമില്ലാതെ കിട്ടുന്ന പച്ചക്കറിയല്ലേ, അപ്പോൾ അത് നശിപ്പിച്ച് കളയാൻ തോന്നില്ല. അതുകൊണ്ട് നിർത്തിയതാണ്. എങ്കിലും അതൊന്ന് വെട്ടി വിടണം, എന്നാലേ ശരിയാവുള്ളൂ. ഇതാ കണ്ടോ, ഇങ്ങനെ ഏലത്തിനിടയിൽ കൂടെ നല്ലതുപോലെ ചുറ്റി വന്നിട്ടുണ്ട്. ഇനി പച്ചക്കറിക്ക് വേണ്ടി ശരിയാക്കാനുള്ള സൈഡാണ് കേട്ടോ. അതാണ്ട് പാവൽ തൈയൊക്കെ തന്നെ പിടിച്ചേക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു വലിയ പാവൽ മൂടുണ്ടായിരുന്നു. മക്കളെ കൊണ്ട് ബസ് കയറ്റി വിട്ടിട്ട് ഏലവും പച്ചക്കറിയും എല്ലാം നിരീക്ഷിച്ച് തിരിച്ചു വന്ന് അടുക്കളയിലെ എല്ലാ പണിയും തീർത്തു. എനിക്ക് ആ കൊട്ട എത്രത്തോളം ഉപകാരമാണെന്ന് കണ്ടോ. നല്ലതായിട്ട് പാത്രം എല്ലാം കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് തോർന്ന് കഴിയുമ്പോഴത്തേന് സ്റ്റാൻഡിലോട്ട് അടുക്കി കൊടുത്താൽ മതി. അപ്പോഴാണ് ഓർത്തത് ഇന്നലെ കൊണ്ടുവന്ന് ചക്ക വറക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മോൻ പോയേക്കുന്നത്. ഉച്ചയൊക്കെ ഉള്ളൂ. ഒന്ന് അവർക്ക് വൈകിട്ട് വറുത്ത് കൊടുക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ. ചെമ്പരത്തി വരിക്കയുടെയൊക്കെ ആ ഒരു ടൈപ്പ് ചക്കയാണ്. ലൈറ്റ് കളറാന്നേ ഉള്ളൂ, നല്ല റെഡ് കളറല്ല. എങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ പച്ച തിന്നാൻ ഞാൻ ഇതിൻ്റെ പകുതിയും പച്ച തന്നെ നിന്ന് തീർക്കും. എനിക്ക് ചക്ക ഏറ്റവും ഇഷ്ടം പച്ച തിന്നാനായിട്ടാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ വേവിച്ചും വറുത്തതും ഒക്കെ. വേവിച്ചതിനോട് അത്ര താല്പര്യമൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ കഴിക്കും, അത്രേ ഉള്ളൂ. സാധാരണ ചക്ക കിട്ടുമ്പോൾ എന്നും ചക്ക ഒരുക്കാൻ മോള് കൂട്ടുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ സ്കൂളിൽ പോയേക്കുന്നതുകൊണ്ട് പിന്നെ വളരെ കുറച്ചുള്ളല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരുക്കി, ഞാൻ തന്നെ പെറുക്കി, ഞാൻ തന്നെ വറക്കേണ്ട അവസ്ഥയായിരുന്നു. ചെറിയൊരു പൊടി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് തന്നെ ചക്ക വറക്കാൻ കൊള്ളത്തില്ല, അഴുകിയൊന്നുമില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചും ചക്ക വറുത്തിട്ടുള്ളതാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ചക്കച്ചുള വറക്കാൻ എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തെങ്കിൽ ചക്കയുടെ പാടയും കൂടെ എടുത്തേക്കാമെന്ന്. കാരണം ശകലമല്ലേ ഉള്ളൂ ചക്ക, അപ്പോൾ ഇച്ചിരി പാടയും കൂടെ ആകുമ്പോഴത്തേന് രണ്ടും കൂടെ ആകുമ്പോൾ കുറച്ചുണ്ടായിരിക്കുമല്ലോ. അവർ വന്ന് വൈകിട്ട് അവർക്ക് കഴിക്കാനുള്ളതാവുമല്ലോ എന്ന് ഓർത്തു. ചിലപ്പോൾ 2 ദിവസത്തേക്കൊക്കെ കാണും കേട്ടോ. അറിയില്ല, വറുത്താലേ അറിയുള്ളൂ. അങ്ങനെ വേണ്ട ചക്ക വറുക്കാനായിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തേക്കുന്നത്. വിറകടുപ്പേൽ ഉരുളി വറുത്തെടുക്കാമെന്നൊക്കെ ഓർത്തിരുന്നതാണ്. അന്നപ്പോഴത്തേനും മഴ പെയ്താലോ അല്ലെങ്കിൽ ഇച്ചിരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നാണ്ട് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഗ്യാസേ വെച്ച് തന്നെ വറക്കാമെന്ന് വിചാരിച്ചു. ചക്കയൊക്കെ ഗ്യാസേ വെച്ച് വറക്കുന്നത് ഭയങ്കര നഷ്ടമാണെന്ന് എനിക്കറിയാം. അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാസേ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വെച്ചിരിക്കുന്ന ചക്കപ്പാടയാണ് ആദ്യം വറുത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് താണ്ട ചട്ടിയിലെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേന് ഒന്നിട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ ഇടാവുള്ളൂ. വളരെ കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ മുഴുവൻ പാടയും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഇളക്കുകയോ ചെയ്യരുത്. പാട ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചക്ക ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഒരു 2-3 മിനിറ്റത്തേക്ക് തവി കൊണ്ടോ അല്ലെങ്കിൽ കണ്ണാപ്പ കൊണ്ടോ ഒന്നും ചക്ക ഇളക്കുകയോ പാട ഇളക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമായിട്ട് വെച്ചേക്കുന്നത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയും ചെയ്യരുത്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ആ പാടയൊന്ന് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. പെട്ടെന്ന് കയറി ഫ്ലെയിം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിച്ച് പോകുമെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഫ്ലെയിം കുറയ്ക്കരുതെന്ന് പറഞ്ഞത്. പാട വറുത്ത് വരാനായിട്ട് അധികം സമയമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരുപോലെ എല്ലായിടവും വെന്ത് കിട്ടും. ദാണ്ടേ ഇവിടെ പാടയൊക്കെ വറുത്ത് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു നിറം വരുമ്പോൾ കോരിയെടുക്കാവേ. നിങ്ങൾ ഇതുവരെയും ചക്കയുടെ പാടയൊന്നും വറുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഉപ്പിട്ട് കൊടുക്കുന്നത് ഞാൻ കോരി എടുത്ത ശേഷം ഇങ്ങനെ ഇട്ടൊന്ന് തിരുമ്മി കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. ചിലർ എണ്ണയ്ക്കകത്ത് ഉപ്പിട്ട് കൊടുക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യല. ചക്കയാണേലും പാടയാണേലും വറുത്തെടുത്ത ശേഷമേ മുകളിൽ കൂടെ ഉപ്പ് തൂളി കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. എല്ലായിടും ഒരുപോലെ ഉപ്പ് പിടിച്ചോളും. പാട കോരിയ ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെച്ച് നല്ലതുപോലെ ഒന്നുകൂടെ ചൂടായ ശേഷമേ ചക്ക ഇട്ട് കൊടുക്കാവുള്ളൂ. ചക്ക തേണ്ട കുറച്ചിട്ട് എണ്ണ നികന്ന് നിൽക്കുന്ന രീതിയിലൊന്നിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ 3 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിമും കുറയ്ക്കുകയുള്ളൂ. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചക്കയ്ക്ക് ഒരുപോലത്തെ ഒരു വേവ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചക്കയൊന്ന് തട്ടിക്കൊടുക്കും. ഏകദേശം നമുക്ക് ചക്ക വറുത്ത് പരുവായെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇങ്ങനെ കിലുകിലാന്നൊരു ഒച്ച കേൾക്കും കേട്ടോ. അതല്ലെങ്കിൽ ഒരു ചക്ക എടുത്തൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി. അപ്പോഴത്തേന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചക്ക വറുത്ത് പരുവായിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇവിടെ ഇത്രയും ആയില്ല. ഇനി വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാട ഒരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ തണുത്ത് പോകും.
പാടയും ചക്കയൊക്കെ ഇന്ന് തന്നെ തീരും. എന്നാലും ഒന്ന് അടച്ച് വെക്കുവാണെങ്കിൽ വൈകിട്ട് മക്കൾ വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ചക്കയൊക്കെ നല്ല പരുവത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുത്താൽ മതി. കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചക്കയൊന്ന് ഇളക്കുമ്പോൾ നല്ല കിലുകില എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഫ്ലെയിം തീർത്തും ചെറുതാക്കി വെച്ചിട്ട് വേണം ചക്ക കോരിയെടുക്കാൻ. അതല്ലെങ്കിൽ ചക്ക കോരിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എണ്ണയിൽ കിടക്കുന്ന ചക്ക എല്ലാം കൂടെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ വളരെ ചെറുതാക്കി വെക്കണം. ഇനി ഇതാണ്ട് ബാക്കിയുള്ള ചക്ക കൂടി ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചട്ടി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ 2-3 തവണയായിട്ടാണ് ചക്ക വറുത്തെടുത്തേക്കുന്നത്. കുറേശ്ശെ എണ്ണ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്ത് ഇവിടെയും വറുത്ത് കോരി വെച്ചേക്കുന്ന ചക്കയിലേക്ക് അല്പം ഉപ്പിട്ട് കഴിഞ്ഞൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. ഉപ്പ് പൊടിയാണെന്നും പറഞ്ഞ് പിടിക്കാതിരിക്കത്തൊന്നുമില്ല. ഉപ്പ് നീരൊഴിക്കുന്ന നിർബന്ധമില്ല. വേണമെങ്കിൽ ഉപ്പ് നീരൊഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എണ്ണയ്ക്കകത്ത് പൊടിയുപ്പോ അല്ലെങ്കിൽ ഉപ്പ് കലക്കിയോ ഒഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ചക്ക വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ചക്ക വറുത്ത് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് സാധാരണ ഞാൻ വെക്കുമ്പോൾ ഷിമ്മി കവറിലൊക്കെ ഇട്ട് വെക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് തന്നെ തീരുന്നത് കൊണ്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് അടച്ചു വെച്ചാൽ മതി. ചക്ക ഇവിടെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുണിയൊക്കെ മുകളിൽ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തീരെ വെയിലാണ് കേട്ടോ. എപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് മങ്ങും പിന്നെയും വെയിൽ തെളിയും. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് ഭാഗവും കൂടെ പച്ചക്കറിയുടെ അത് കിളച്ചൊക്കെ കൊടുത്ത് ഇനിയും നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും കാർമേഘവും വെയിലും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ തുണിക്ക് കാവലായിട്ട് ഒരാൾ എപ്പോഴും വെളിയിൽ വേണം. ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാനിത് ചക്കവറപ്പെല്ലാം കഴിഞ്ഞ് വന്ന് വെളിയിൽ നിൽക്കുക കേട്ടോ. മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് നോക്കി. അങ്ങനെയെങ്കിൽ ഈ തുണി കുറച്ച് നേരമെങ്കിലും ചൂടടുപ്പിച്ചെടുക്കാമെന്ന് ഓർത്തു. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നോക്കി കുറേ നേരം ഇരുന്നു. ഞാൻ നോക്കിയിരിക്കെ തന്നെ മഴ പെയ്ത് തുണി മൊത്തം നനച്ച് കളഞ്ഞു കേട്ടോ. കാരണം ടെറസിൻ്റെ മണ്ടേ തുണി വിരിച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുഴുവനും നനഞ്ഞു പോയി. വെയിൽ നിൽക്കെ തന്നെ അടിപൊളി മഴയൊന്ന് ചാറിപ്പോയി. തുണി മുഴുവനും നനഞ്ഞും പോയി. തുണിയെല്ലാം നനച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത സമയം തന്നെ അടിപൊളി വെയിൽ ചിരിച്ച് കാണിച്ച് വന്ന് നിൽക്കുക. സത്യം പറഞ്ഞാൽ സങ്കടം വന്നു കേട്ടോ. തുണിക്ക് കാവലിരുന്നിട്ട് അത് മുഴുവൻ നനഞ്ഞും പോയി. പിന്നെയും പെട്ടെന്ന് തന്നെ വെയിലും ഇങ്ങ് വന്നു. എന്താണേലും ഞാൻ തുണി ഇനി ഇട്ട് കൊടുക്കുന്നില്ല. എല്ലാം പെറുക്കിയെടുത്ത് ഞാനിങ്ങ് പോരുന്നു. ഏകദേശം ഇത്രയും പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആയി കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വരാൻ സമയം. ഒക്കെ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല. അങ്ങനെ താണ്ട മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊരു ചായ വെച്ച് കൊടുക്കാമെന്ന് കരുതി. ചക്കവറുത്തൊക്കെ ഉള്ളതല്ലേ. കാരണം സ്കൂൾ വിട്ട് വന്നൊന്ന് ദേഹം കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നാൽ ഭർത്താവ് അടുക്കളയിൽ വന്ന് ചോറൊക്കെ തപ്പുന്നതാണ്. എന്നാണെന്നറിയത്തില്ല കേട്ടോ. ഇന്ന് അങ്ങോട്ടേ പോയി ഇരിക്കുന്നതേ ഉള്ളൂ. തപ്പാനൊന്നും വന്നില്ല. ചോദിച്ചുമില്ല ചക്ക വറുത്തോന്ന്. അവൻ മറന്നുപോയെന്ന് തോന്നുന്നു. മോള് വന്ന് കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നു. അത് അവളെടുത്തോണ്ട് പോയി കഴിക്കുന്നില്ല. കുഞ്ഞ് കപ്പ കഴിക്കുന്നില്ലേ? കപ്പയത് കണ്ടപ്പോൾ വേണ്ടായിരുന്നല്ലേ? ചക്ക വേണോ? ഇഷ്ടമാണോ? അയ്യ, കുറച്ച് നേരത്തേക്ക് ഭർത്താവ് തണ്ട കൊച്ചു ടി വിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോളും. അത് കഴിഞ്ഞ് സൈക്കിളിൽ ഓട്ടാൻ ഇറങ്ങിപ്പോവും. കുറച്ച് നേരം ടി വി കാണാനായിട്ട് ഇരിക്കത്തുള്ളൂ. വന്ന ആ ഒരു ഇതിന് മാത്രം. ടെറസിന് മുകളിൽ തുണി ഇട്ടപ്പോഴത്തേനും മഴയും കൂടെ വന്നപ്പോൾ ടെറസിന് മുകളിൽ മൊത്തം അഴുക്കായിരുന്നു. തുണിയെല്ലാം അഴുക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകൾ ഭാഗം ഒന്ന് തൂക്കണമെന്ന് കരുതി പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാണ് തൂക്കാനായിട്ട് കയറിപ്പോയത്. ഇന്നലത്തെ ബാക്കി വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും കൂട്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത ശേഷം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.